ഹായ് ഒരു വൺ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈയുടെ തീം പേജ് കസ്റ്റമൈസേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു തീം എടുത്തതിന് ശേഷം ഷോപ്പിഫൈയിൽ ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് തീംസുകളുണ്ട്. ഒരു ഫ്രീ തീംസിന് ഏകദേശം 20+ ഫ്രീ തീംസുകളുണ്ട്. അപ്പോൾ ഈ തീംസിനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളുടെ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് സ്റ്റോർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ തീമിന്റെ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ഷോപ്പിഫൈയുടെ തീമിന്റെ മെയിൻ ആയിട്ട് ഒരു 3 കാറ്റഗറിയാണ് നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്യാനുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം പേജ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന തീമിന്റെ എക്സാക്ട്ലി ഉള്ള ഹോം പേജ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മീൻസ് ആരെങ്കിലും എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ഹോം പേജ് ആയിരിക്കും. ഇപ്പോൾ ഹോം പേജിന് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ, അതോടൊപ്പം തന്നെ കളക്ഷൻ പേജ്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സിനെ ഒരു കളക്ഷൻ ആക്കി ഇടുകയാണെങ്കിൽ ആ കളക്ഷനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ഇനി അടുത്തൊരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പേജ്. അപ്പോൾ പ്രോഡക്റ്റ് പേജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ വേണ്ടത്. കാരണം യൂസേഴ്സ് ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന യൂസേഴ്സ് ഒരു കളക്ഷൻ പേജിലോ ഹോം പേജിലോ വന്നാലും അവർ അൾട്ടിമേറ്റ്ലി ഒരു പ്രോഡക്റ്റ് പേജ് വന്നാലേ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രോഡക്റ്റ് പേജിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫോട്ടോസ്, പിന്നെ നമ്മുടെ പോളിസീസ്, സ്റ്റോറിൻ്റെ പോളിസീസ്, ഇതൊക്കെ ബേസ്ഡ് ആയിട്ട് നല്ലൊരു രീതിയിൽ യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ യൂസേഴ്സിന് ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാക്ട്ലി യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റൂ ആ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് എല്ലാ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഈ പ്രോഡക്റ്റ് പേജിന്റെ കസ്റ്റമൈസേഷൻ കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് നമ്മളൊന്ന് ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ മോഡലിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ, ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിനായിട്ട് ഈ പേജസ് എല്ലാം എങ്ങനെ ഷോപ്പിഫൈന്ന് ഒരു ഫ്രീ തീം എടുത്തതിന് ശേഷം കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഷോപ്പിഫൈയുടെ ഈ ഡാഷ്ബോർഡിലാണ്. അപ്പോൾ ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡിൽ പോയതിനു ശേഷം ഈ സെയിൽസ് ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്താണ് നമ്മളുടെ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് തീംസിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ നേരത്തെ പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് തീംസ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് തീംസിന്റെ സെഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഈ ഒരു സ്റ്റോറിൽ ഇപ്പം നമുക്ക് ഉള്ള തീം എന്ന് പറയുന്നത് ഹൊറൈസൺ എന്ന് പറഞ്ഞ തീമാണ്. ഹൊറൈസൺ ഒരു ഫ്രീ തീമാണ്. ഇപ്പോൾ ഇതേപോലെ ഹൊറൈസൺ പോലെ തന്നെ നമുക്ക് ഒരുപാട് വേറെയും തീംസുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ അത് നമുക്ക് തീംസിനെ നോക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വന്നതിന് ശേഷം വിസിറ്റ് തീം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ തീം സ്റ്റോറിനകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തീംസുകൾ, ഇപ്പോൾ ഷോപ്പിഫൈയുടെ തീംസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പ്രൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ പെയ്ഡ് ആയിട്ടുള്ളത്, ഫ്രീ ആയിട്ടുള്ള 24 തീംസ് ആണ്. ഇത് ഷോപ്പിഫൈ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തീംസുകളാണ്. അപ്പോൾ പെയ്ഡ് തീംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോപ്പിഫൈയുടെ പെയ്ഡ് തീംസുകളെല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഷോപ്പിഫൈയുടെ തന്നെ നമുക്കിപ്പം തീം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. എൻമാൻഡോയുടെ വെബ്സൈറ്റ് ആണ്. ഇപ്പം തീം ഫോറസ്റ്റിനകത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഷോപ്പിഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് തീംസുകൾ ഇതിനകത്ത് കിട്ടും. ഷോപ്പിഫൈ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് തീംസുകൾ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാണാൻ പറ്റും എല്ലാത്തിനും ഒരു $29, $30. ഇപ്പോൾ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ഒരു തീം പറയുന്നത് ഇവിടെ മോസ്റ്റ് പ്രോബ്ലി ഒരു $90 ആ റേഞ്ച് ആയിരിക്കും. $90 ഒക്കെയാണ് ഏറ്റവും കോസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീം ഇവിടെ വരുന്നത്. പക്ഷേ നിങ്ങൾ ഷോപ്പിഫൈയിൽ വരുമ്പോൾ ഷോപ്പിഫൈയുടെ തീംസിനെല്ലാം, ഷോപ്പിഫൈയുടെ പെയ്ഡ് തീംസിനെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് $300, $400 ആ ഒരു റേഞ്ചൊക്കെയാണ്. കാരണം ഈ ഷോപ്പിഫൈയുടെ ഈ മാർക്കറ്റ് പ്ലേസിനകത്തുള്ള ഷോപ്പിഫൈയുടെ തീം, മാർക്കറ്റ് പ്ലേസിനകത്തുള്ള തീം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഷോപ്പിഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്സ് ഉള്ള തീമുകളാണ്. മേ ബി ഇവർക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഈ കോഡ് എങ്ങനെ ചെയ്യണം, അതിന്റെ എക്സാക്ട്ലി ഉള്ള സ്ട്രക്ചർ എങ്ങനെ ചെയ്യണം എന്നുള്ള ഷോപ്പിഫൈ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടാണ് ഷോപ്പിഫൈയുടെ തീം സ്റ്റോറിനകത്തുള്ള തീംസ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഷോപ്പിഫൈ തീം സ്റ്റോറിനകത്ത് അപ്ലൈ ചെയ്ത് കിട്ടാത്തവരൊക്കെയാണ് കൂടുതലും ഈ എൻമാൻഡോയിലൊക്കെ പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എൻമാൻഡോയിൽ നിന്നൊക്കെ നിങ്ങൾ പെയ്ഡ് തീം വാങ്ങിച്ചാലും ആക്ച്വലി നമുക്ക് ഈ ഷോപ്പിഫൈ തീമിൽ എടുക്കുന്നത് പോലെ ഒരു കസ്റ്റമൈസേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോഡ്സും ക്ലാസ് ഒക്കെ വെച്ചായിരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഷോപ്പിഫൈ തീമിന്റെ അത്ര ഒരു കസ്റ്റമൈസേഷന് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല
ഷോപ്പിഫൈ തീമിൻ്റെ അത്ര ലൈറ്റ് ആയിട്ടുള്ള തീം ആയിരിക്കത്തില്ല. മേ ബി ഷോപ്പിഫൈ തീംസ് ഒക്കെ സ്പീഡായിട്ട് തന്നെ നമുക്ക് ലോഡ് ചെയ്യാനൊക്കെ പറ്റും. എൻവയൻ്റെ നിന്ന് വാങ്ങുന്നത് ചിലപ്പോൾ അത്ര ഒരു സ്മൂത്ത് ആവണമെന്നില്ല. ഓക്കെ, അത് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് ഈ ഡെവലപ്പേഴ്സ്, ഷോപ്പിഫൈയുടെ തീം ഡെവലപ്പേഴ്സ് ഒക്കെ പറഞ്ഞ ഒരു നോളജ് വെച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ പെയ്ഡ് തീമിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇവിടെ തന്നെ ഷോപ്പിഫൈ തന്നെ ഏകദേശം 24 ഫ്രീ തീംസ് തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു തീം സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മളുടെ ഏതാണോ പ്രോഡക്ട്സ് അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഷോപ്പിഫൈയുടെ ഫ്രീ തീമിൽ നിന്ന് ഒരു തീം സെലക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് ഫ്രീ തീംസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മേ ബി നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഏതാണോ പ്രോഡക്റ്റ് അത് ബേസ്ഡ് ആയിട്ടൊരു തീം ഇവിടെ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ തീം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. സ്പോട്ട് ലൈറ്റ് അത്യാവശ്യം ഇപ്പോൾ ഒരു ബെസ്റ്റായിട്ടൊരു തീമാണ്. ഇപ്പോൾ നമ്മൾ പല സ്റ്റോഴ്സുകളിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ ഞാൻ ഈ തീമിനെ ഞാൻ എൻ്റെ സ്റ്റോറിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ തീമിനെയാണ് നമ്മൾ ഇനി കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ തീം എന്ന് പറയുന്നത് വളരെ ബേസ് ആയിട്ടുള്ള തീമായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. മീൻസ് അതിനകത്ത് എക്സാക്ട്ലി ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഷോപ്പിഫൈ തരുന്ന ഒരു ബേസ് ആയിട്ടൊരു തീമുണ്ട്. മേ ബി ആ തീം വെച്ചും ആ ഒരു ബേസ് ആയിട്ടുള്ള ഡിസൈൻസ് വെച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. നിങ്ങളുടെ സ്റ്റോർ ഉണ്ടാവും. ബട്ട് കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ ഫ്രീ തീമിനെ എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്പോട്ട്ലൈറ്റ് തീമിനെ ഞാൻ പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറിൻ്റെ ഹോമിൽ പോകാൻ വേണ്ടി ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ സ്റ്റോറിൻ്റെ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പ്രോഡക്റ്റ്സ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോം പേജ് ഇങ്ങനെയാണ്. ഇപ്പോൾ എക്സാക്ട്ലി ഒരു ഹോം പേജ്, ഈ ഒരു തീമിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഈ പ്രോഡക്ട്സ് മാത്രമാണ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മളത് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ഇനി അടുത്ത് വരുന്നത് നമുക്ക് ഒരു പ്രോഡക്റ്റ് പേജ് ആണെങ്കിൽ ആക്ച്വലി ഇങ്ങനെ ഈ രീതിയിലായിരിക്കും വരുന്നത്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് പേജ്. ആക്ച്വലി ഇങ്ങനെ വെച്ചും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ബിസിനസ് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പോയതിനു ശേഷം ആക്ച്വലി ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വരേണ്ടത് ഇവിടെ ഈ തീംസിനകത്ത് വന്നതിന് ശേഷം കസ്റ്റമൈസ് ഓപ്ഷൻ കൊടുക്കുക. കസ്റ്റമൈസ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ 3 കാറ്റഗറി ആയിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ഉണ്ട്. 3 കാറ്റഗറി, ഈ കസ്റ്റമൈസേഷൻ പാർട്ടിൽ 3 കാറ്റഗറി ഉണ്ട്, 3 പാർട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സെഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് പേജ്, നമ്മളുടെ ഈ സ്റ്റോറിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഫ്രണ്ടിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ഇവിടെ ഈ സെഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഹെഡർ, പിന്നെ ഓരോരോ സെഷൻസുകൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇതെല്ലാം ഓരോരോ സെഷൻസ് ആയിട്ടാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സെഷൻസിനെ നമുക്ക് ആഡ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി, പിന്നെ ഫൂട്ടർ, ഇങ്ങനെ ഓരോ സെഷൻസായിട്ട് ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ ഒരു പാർട്ട് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് തീം സെറ്റിങ്സ് ആണ്. തീം സെറ്റിങ്സിനകത്താണ് നമുക്ക് ഇന്റേണലി ആയിട്ടുള്ള പല സെറ്റിങ്സുകളും ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നത്. ഇപ്പോൾ എല്ലാ ഈ തീം ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റിങ്സുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ലോഗോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോഗോ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ വരുന്നത്. പിന്നെ മൂന്നാമത്തെ സെഷൻസ് ആപ്സ് എംബഡഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ആപ്സുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ തീമുമായിട്ട് എംബഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ സെഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ തീം സെറ്റിങ്സിലോട്ട് പോവാം. തീം സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാൻവയിൽ വഴിയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ കൂടുതൽ പെർഫെക്റ്റ് ആവാൻ നോക്കണം. നിങ്ങൾ ആദ്യം സ്റ്റോർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റോർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒപ്റ്റിമൈസായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആളുകളുണ്ട്, അവർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭയങ്കര പെർഫെക്ഷനായിട്ട് ഈ സ്റ്റോറിനെ ഭയങ്കര പെർഫെക്റ്റായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം സ്റ്റോർ കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റോർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഷോപ്പിഫൈയിൽ കസ്റ്റമൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഇന്നത്തെ ഒരു സിനാരിയോയിൽ. അപ്പോൾ അത് നമ്മൾ മുന്നോട്ടുള്ള പാർട്ടിൽ അത് നമ്മൾ പറയും. അപ്പോൾ ആക്ച്വലി നിങ്ങൾ സ്റ്റോർ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സെയിൽസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവഞ്ച്വലി പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അത് ഓരോരോ മാറ്റങ്ങളും വരുത്തി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ലോഗോ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ,
ഇത് മൊബൈൽ പ്രിവ്യൂ. നമുക്ക് രണ്ട് സെഗ്മെൻറ്റ് ചെയ്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഫുള്ളായിട്ട് സൈറ്റ് ഫുൾ എല്ലാ തീംസുകളും മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ഷോപ്പിഫൈയിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഈ തീം സെറ്റിങ്സുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ നമ്മളുടെ കളർ സ്കീംസ് ഉള്ളത്, ഞാനിപ്പോൾ കളർ സ്കീം നമുക്കിപ്പോൾ ബ്ലാക്കും വൈറ്റും ഉള്ള കളർ സ്കീമാണ് ഈ സ്റ്റോറിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ്, ടെക്സ്റ്റ് കളേഴ്സ് ഏത് വേണം, ഈ ബട്ടൺ കളേഴ്സ് ഏത് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോറിന് വേണ്ടി ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഞാൻ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കളർ സ്കീംസ് ഞാൻ ഇത് സ്കീം 2 സെലക്ട് ചെയ്തു. ടൈപ്പോഗ്രാഫി നമുക്ക് നോക്കാം. ഇപ്പോൾ ഏത് ലെറ്റർ വേണമെന്നുള്ളത് ഞാൻ ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ടൈപ്പോഗ്രാഫീസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ലേഔട്ട്സുകൾ, പേജ് വിഡ്ത്ത് അങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ നമുക്ക് ഡീഫോൾട്ടായിട്ട് വെച്ചാൽ മതി. പിന്നെ ആനിമേഷൻസ്, ഹോവർ എഫക്ട്സ് ഒക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം മേ ബി അത് ഹോവർ എഫക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഹോവർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇത് മേ ബി അത് ഇതിനകത്തായിരിക്കും. മേ ബി ഏതെങ്കിലും ബട്ടൺസ് എന്നുള്ള കാർഡ്സിലൊക്കെ ആയിരിക്കും ഹോവർ എഫക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം നണ്ണ് കൊടുക്കുകയാണ്. അപ്പോൾ മേ ബി നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് പേജിലോട്ടൊക്കെ പോകുമ്പോൾ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹോവർ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഒരു ലെൻസ് എഫക്റ്റിലോട്ടൊക്കെ വരണമെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ മേ ബി നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ബട്ടൺ ഈ ഒരു എഫക്ട്സ് കാര്യങ്ങളൊക്കെ മേ ബി ചില ഈ ഇമേജിലും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. ഇമേജിലും ലെൻസ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഓഫ് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം വന്നാൽ മതി. പിന്നെ ബട്ടൻ്റെ കസ്റ്റമൈസേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ വേരിയൻറ്റിൻ്റെ ഓരോരോ വേരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻസ്. മീൻസ് വേരിയൻസിൻ്റെ ഇത് വരുമ്പോൾ നമുക്കിപ്പോൾ മേ ബി ഇത് ഇങ്ങനെയുള്ള വേരിയൻസിൻ്റെ ആ ഒരു കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇൻപുട്സ്, ഓക്കെ, ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് വെച്ചെന്നാൽ മതി. പ്രോഡക്റ്റ് കാർഡ്സ്, ഇപ്പോൾ പ്രോഡക്റ്റ് കാർഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ ഒരു ഇത് വരുമ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ സ്റ്റാൻഡേർഡ് വേണോ, കാർഡ് ബേസ്ഡ് ആയിട്ട് വേണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഇതാകുമ്പോൾ ഇങ്ങനെ കാർഡ് സൈസായിട്ട് വരും. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ഉണ്ടോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു മോഡൽ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാർഡ് സൈസ് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സുകൾ, പിന്നെ കളക്ഷൻ കാർഡ്സ് നമുക്ക് വേണമെങ്കിൽ കാർഡ് സെറ്റിങ്സ് ആയിട്ട് മാറ്റാം. പിന്നെ ബ്ലോഗിൻ്റെ കാർഡ്സുകൾ, ഇപ്പോൾ നിങ്ങൾ അതിനകത്ത് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാർഡ്സിൻ്റെ ഇത് സെറ്റിങ്സ്, ഇതെല്ലാം തീം കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ കോണ്ടന്റ് കണ്ടെയ്നേഴ്സ്, മീഡിയ, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റിങ്സും കാര്യങ്ങളാണ്. ഇപ്പോൾ പോപ്പപ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ബാഡ്ജസ്, ബ്രാൻഡ് ഇൻഫർമേഷൻ, ഓക്കെ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പം തൽക്കാലം ഇതൊന്ന് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് സമയം പോകും. ഓക്കെ, ഇപ്പം നിങ്ങൾക്കുള്ള സോഷ്യൽ പേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ സോഷ്യൽ പേജസ് എല്ലാം ഇവിടെ ഇതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്സുകളുണ്ട്, ഓരോരോ രീതിയിലായിട്ട് സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നില്ല. നമുക്ക് മെയിനായിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് പേജിൻ്റെ ഈ ഞാൻ പറഞ്ഞ 3 കസ്റ്റമൈസേഷൻസ്. ഇപ്പോൾ ഹോം പേജ്, കളക്ഷൻ പേജ്, പ്രോഡക്റ്റ് പേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഹേവിയർ, കറൻസി ഫോർമാറ്റ്, കറൻസി നോട്ട്സ് ഒക്കെ വേണം നമുക്ക് ഓഫ് ചെയ്യാം. കാരണം നമുക്ക് ഒറ്റ കറൻസിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് നോട്ട് ഓഫ് ചെയ്യാം. പിന്നെ കാർട്ട് ടൈപ്പ്, കാർട്ടിൻ്റെ ഇത്, ഇപ്പോൾ കാർട്ട് എങ്ങനെ വേണമെന്നുള്ളത്. കാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാർട്ടിലോട്ട് പോകുമ്പോൾ ആക്ച്വലി ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കാർട്ടിലോട്ട് പോകുമ്പോൾ ആഡ് ടു കാർട്ട് കൊടുത്തു കണ്ടോ, ഇതൊരു പോപ്പപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻസ് ആവണോ അതോ പേജ് പോകണോ ഡ്രോയറിലോട്ട് പോകണോ? ഞാൻ പേജ് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഇത് വരുമ്പോൾ അതൊരു പേജിലോട്ടായിരിക്കും പോകുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ യൂഷ്വലി പേജ് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ഇപ്പോൾ ഈ FB ആഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ ഈ പിക്സൽ ട്രാക്കിങ്ങിനൊക്കെ വേണ്ടി ഈ പേജ് ഓൺ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ കസ്റ്റം CSS ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തീം സ്റ്റൈലിൻ്റെ ഓപ്ഷൻസ് ആണിത്.
കസ്റ്റം തീംസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഡിസൈൻസോ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള തീം സെറ്റിങ്സ്. ഇത് ജസ്റ്റ് റൈസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് സെഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം തീം സെറ്റിങ്സ്, ബേസിക് ആയിട്ടുള്ള തീം സെറ്റിങ്സ് ഒക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ വരേണ്ട സെഷൻസ് ആണ്. സെഷൻസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹോം പേജ് ഉണ്ട്, പ്രോഡക്റ്റ് പേജ് ഉണ്ട്, കളക്ഷൻ പേജ് ഉണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ കാർഡ് പേജസും ചെക്കൗട്ട് പേജൊക്കെ നമുക്ക് നമ്മൾ ചെറിയ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പേജസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഹോം പേജാണ്. ഹോം പേജിൽ ഇപ്പോൾ ഈ ഒരു തീമിൽ വരുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഹോം പേജ് ഉണ്ടോ, ഇതിന് ജസ്റ്റ് ഒരു എല്ലാ പ്രോഡക്ട്സും ബേസ്ഡ് ആയിട്ടൊരു ഹോം പേജാണ്. അപ്പോൾ നമുക്ക് ഈ ഹോം പേജിനെ കുറച്ചുകൂടെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത്, നമ്മൾ ആദ്യം ഒരു ഈ പ്രോഡക്ട്സിൻ്റെ കാറ്റഗറി പോയിട്ട്, ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എത്ര 2 കളക്ഷൻസ് ആണ്. ഇപ്പോൾ വൈറ്റ് ടീസും ഫിറ്റ്നസ് ടീസും ആണ് കളക്ഷൻ എടുത്തത്. ഞാൻ ഇപ്പം കുറച്ചുകൂടെ കളക്ഷൻസ് ആഡ് ചെയ്യാണ്, കാരണം നമുക്ക് ഹോം പേജ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ട്രെൻഡിങ് ടീസ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അല്ല, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഓരോരോ കളക്ഷൻസ് ഓരോ കാറ്റഗറീസ് ആക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഒരു കളക്ഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ മോട്ടിവേഷൻ തീംസ് എന്ന് പറഞ്ഞ കളക്ഷൻ ആഡ് ചെയ്യാണ് മാനുവലി. ഓക്കെ, ഇതിനകത്ത് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് 2 തീമിലും ആഡ് ചെയ്യാണ്. add to collection, motivation themes, ട്രെൻഡിങ് ടീസ്. അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ 4-5 കളക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എക്സാക്ട്ലി നമ്മൾ ഓരോരോ രീതിയിൽ നമ്മൾ ഹോം പേജ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. ഇപ്പോൾ ഹോം പേജിൻ്റെ ഇത് വരുമ്പോൾ, ഇപ്പോൾ ലോഗോ പൊസിഷൻസ് ഞാനിപ്പോൾ ടോപ്പ് സെൻറ്റർ ആക്കാം. ഓക്കെ, ബാക്കി നമുക്ക് മൊബൈൽ ലോഗോ പൊസിഷൻസ് സെൻറ്റർ ആക്കാം. മെനൂസ്, നമുക്ക് ഇനി മെനൂസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നമുക്കിപ്പോൾ മെനൂസ് ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മെനൂസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മെനൂസിന് വേണ്ടി നമ്മളിപ്പോൾ ആഡ് മെനു പോകുമ്പോൾ, ആക്ച്വലി ഇവിടെ നമ്മളുടെ ഈ കോണ്ടന്റിനകത്ത് മെനൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ മെനൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു മെനു ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഹോം പേജ് മെനു, ഹോം പേജ് അടുത്തൊരു മെനൂസ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ടീസിൻ്റെ ഒരു മെനൂസ്. കളക്ഷനിൽ വന്നിട്ട് ട്രെൻഡിങ് ടീസ് കൊടുക്കാം. അടുത്ത നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു മെനു വയ്ക്കാൻ ഉള്ളത് നമ്മൾ നേരത്തെ ചെയ്ത മോട്ടിവേഷൻ ടീസ്, സോറി, അത് ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് കൊടുക്കാം. കോണ്ടാക്റ്റസ്. ഓക്കെ, കോണ്ടാക്റ്റസ് പേജ് നമ്മൾ സെർച്ച് ചെയ്തില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് കൊടുത്തേക്കാം പിന്നീട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് റിട്ടേൺ പോളിസി. റിട്ടേൺ പോളിസിയൊക്കെ എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന, എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം യൂസേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു പോളിസി ആയിരിക്കും റിട്ടേൺ പോളിസീസ്. ഡിഫറെൻറ്റ് പോളിസി. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു മെനു നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മെനുവിന് നെയിം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ മെനു ഇവിടെ ഞാൻ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഹെഡറിൽ വന്നിട്ട് നമ്മളിവിടെ മെനു സെലക്ട് ചെയ്യുക. മെയിൻ മെനു ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെനൂസ് ഇവിടെ വന്നു. ഓക്കെ, ഇനി അടുത്ത്
സ്റ്റിക്കി ഹെഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കി ഹെഡർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഓൺ സ്ക്രോൾ അപ്പ് വയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഇവിടെ കാണിക്കുമെന്ന് അറിയത്തില്ല. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഹെഡർ ഇങ്ങനെ വന്ന് നിൽക്കും, ഇങ്ങനെ വന്ന് നിൽക്കും. അതിനാണ് സ്റ്റിക്കി ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൺ സ്ക്രോൾ അപ്പ് വയ്ക്കുകയാണ്. അടുത്ത കൺട്രി റീജിയൻ സെലക്ട് ചെയ്തൊക്കെ ഓഫ് ചെയ്യുക, ലാംഗ്വേജ് സെലക്ട് ഓഫ് ചെയ്യുക. കാരണം നമുക്ക് ഒരു കൺട്രിയിലോട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ സേവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നിങ്ങളുടെ ഇതിലോട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റിക്കി ഹെഡേഴ്സ് കൂടുതലും മൊബൈലിലായിരിക്കും അത് വർക്ക് ആവുക. മൊബൈലിലാണെന്ന് തോന്നുന്നു നമ്മൾ ഓൺ ചെയ്ത് വെച്ചത്. മൊബൈലിലുള്ള ഓപ്ഷനാണത്. ഇപ്പോൾ ഹെഡറിൻ്റെ കസ്റ്റമൈസേഷൻസ് വരുമ്പോൾ ആക്ച്വലി ഇപ്പോൾ ഹെഡറിന് ഇപ്പോൾ ഈ ഒരു പാർട്ടും നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഹെഡറിൻ്റെ ഈ ലോഗോയും ഈ പോളിസീസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് സെഷൻസ് ആഡ് ചെയ്യാം. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സെഷൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ സെഷൻസ് ആഡ് ചെയ്യാൻ നമുക്കിപ്പോൾ ഹെഡറിൽ ഇനി നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും ഈ കസ്റ്റം ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമായിട്ട് കോഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. ഒരു ഡിസൈൻസ് ഫിക്സ് ചെയ്യാനാണ് കസ്റ്റം ലിക്വിഡ് വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്സുകൾ നമുക്ക് ഹെഡർ പൊസിഷൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് വരുന്നത്. അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ് ബാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഇപ്പോൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ബാർ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഇത് ചെയ്യാം. എന്താണോ നമുക്ക് വെക്കാനുള്ളത് ആ അനൗൺസ്മെൻറ്റ് ബാറിനകത്ത് നമുക്ക് വെക്കാം. ഇപ്പോൾ നമുക്ക് വെൽക്കം ടു സ്റ്റോർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഓൺ ഓൾ ഓർഡേഴ്സ്, ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ബാർ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലറായിട്ടൊരു കളക്ഷനോട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് അതിനെ ടാഗ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വയ്ക്കാം. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അനൗൺസ്മെൻറ്റ് ബാറിൽ ഇപ്പോൾ മേ ബി നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സൊക്കെ റൺ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലൊരു അനൗൺസ്മെൻറ്റ് ബാർ നമുക്കിവിടെ വയ്ക്കാം. ഇത് പക്ഷേ ആനിമേഷൻസ് ഒന്നുമില്ല ഈ അനൗൺസ്മെൻറ്റ് ബാറിൽ. ജസ്റ്റ് സാധാരണ ഒരു അനൗൺസ്മെൻറ്റ് ബാറാണ് ഈ ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് ആനിമേഷൻസ് ഒക്കെ ഉള്ള അനൗൺസ്മെൻറ്റ് ബാർ വേണമെങ്കിൽ ആപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എക്സാക്ട്ലി നല്ല ആനിമേഷൻസ് ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ബാറുകൾ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് കോഡ് ചെയ്ത് ഒരു അനൗൺസ്മെൻറ്റ് ബാർ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മുടെ ഹെഡർ സെഷനിൽ വരുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ടെംപ്ലേറ്റ് ആണ് ഈ ഒരു പോർഷൻസ് വരുന്നത്. അതിനകത്ത് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സെഷനാണ് ഇപ്പോൾ ഓൺ ആയിട്ടുള്ളത്, ഫീച്ചർ കളക്ഷൻ എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ്. അപ്പോൾ നമ്മളിത് ഓഫ് ആയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഓഫ് ആയി കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അപ്പോൾ നമുക്ക് ഈ ഫീച്ചർ കളക്ഷൻസ് ഇങ്ങനെ ഒരു ഹോം പേജിൽ ഇങ്ങനെ ഒരു കളക്ഷൻ പേജ് പോലെ കൊടുക്കുന്നതല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു നല്ല രീതിയിലൊരു ഹോം പേജ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ആഡ് സെഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആഡ് സെഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോരോ സെഷൻസ് ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയുള്ള കൈൻഡ് ഓഫ് ഒരു സെഷൻസ് വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഇവിടെ ഞാൻ വയ്ക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളൊരു ഫീച്ചർ ഒരു കളക്ഷൻ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഫീച്ചർ കളക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിതിനെ എക്സാക്ട്ലി മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ആദ്യം നമ്മൾ ഹോം പേജ് വരുമ്പോൾ ഫീച്ചർ കളക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഫീച്ചർ കളക്ഷനിൽ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ട്രെൻഡിങ് കളക്ഷൻ, ഹെഡർ സൈസ് സ്മോൾ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ കളക്ഷൻസിലുള്ള ഏതൊക്കെയാണ് ആ ട്രെൻഡിങ് കളക്ഷൻസ് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഫീച്ചർ കളക്ഷൻസും ആക്ച്വലി ഈ പ്രോഡക്റ്റ് കളക്ഷൻസ് സെയിം തന്നെയാണ്. ആക്ച്വലി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഫീച്ചർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കളക്ഷനിലുള്ള പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ കോൾ ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ഫീച്ചർ കളക്ഷൻ വരെ നമുക്കിവിടെ നമ്മളിപ്പോൾ ട്രെൻഡിങ് കളക്ഷൻ എന്നുള്ള പേരാക്കിയല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കളക്ഷനിൽ ഇപ്പോൾ ട്രെൻഡിങ് ടീസിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കോൾ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന പ്രോഡക്ട്സുകൾ ഇതാണ് എന്നുള്ളത്. നമുക്ക് ഇതിനെ ഫീച്ചർ കളക്ഷൻ്റെ ഇത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് മോട്ടിവേഷണൽ
ഇത് മോട്ടിവേഷണൽ ടീസ് ഇത് കൊടുക്കാം. ഇവിടുത്തെ ഹെഡിങ് നെയിം മോട്ടിവേഷണൽ ടീസ്. അതിന് ശേഷം ഓക്കെ, നിങ്ങളിത് ചെയ്യുമ്പോൾ ആക്ച്വലി വേറെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഇതാണ് ഒരു ക്ലോത്തിങ് സ്റ്റോറൊക്കെയാണ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇതേപോലത്തെ സ്റ്റോറുകളൊക്കെ എടുത്തിട്ട് ഇവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഇവരെങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോപ്പിഫൈയുടെ തീം കസ്റ്റമൈസേഷൻ ആക്ച്വലി നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ തിങ്ക് ചെയ്തെടുത്ത് ചെയ്യേണ്ടതാണ്. ഈവൻ നിങ്ങളിപ്പം ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലോത്തിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വേറെ പ്രോഡക്ട്സ് ഒക്കെ നോക്കിയതിന് ശേഷം വേറെ വെബ്സൈറ്റ്സ് ഒക്കെ നോക്കിയതിന് ശേഷം അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു 1 പേജ് സ്റ്റോർ അല്ല, അതൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു കൺവേർഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാം. അപ്പോൾ 1 പേജ് സ്റ്റോർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള അങ്ങോട്ടുള്ള പാർട്ടുകൾ നമുക്ക് നമ്മൾ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പേജ് സ്റ്റോറൊക്കെ നമ്മൾ ഇന്ന് കൂടുതലും ഒരു AI ബിൽഡറൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പക്ഷേ ഇതേപോലത്തെ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഉള്ള ഈ ഒരു ക്ലോത്തിങ് സ്റ്റോറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് AI വെച്ചൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും ബെറ്റർ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് AI വെച്ചൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ 2 കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു സെഷൻസ് കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ കളക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെഷൻ ആഡ് ചെയ്യാണ് മെയിനായിട്ട്. ഞാനിവിടെ കളക്ഷൻ ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫീച്ചേർഡ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള 3 കളക്ഷൻസ് ഇപ്പം നമുക്കിപ്പോൾ ഫീച്ചേർഡ് കളക്ഷൻസ് മൊബൈൽ ലേഔട്ടിൽ നമ്മളിപ്പോൾ 1 കൊടുക്കാം. അപ്പോൾ ഫീച്ചർ കളക്ഷൻസിൽ അപ്പോൾ നമുക്ക് 3 കളക്ഷൻസ് ആണുള്ളത്. നമ്മളുണ്ട് മെയിനായിട്ടുള്ള നമ്മളെ 3 കളക്ഷൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം കളക്ഷൻസിൻ്റെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഫിറ്റ്നസ് ടീസ് കൊടുത്തു. പിന്നെ രണ്ടാമത്തത് ഇതാണ് നമ്മുടെ മോട്ടിവേഷണൽ കൊടുത്തു. മോട്ടിവേഷണൽ തീംസ് എന്നായിട്ടുള്ള ആക്ച്വലി മോട്ടിവേഷണൽ ഇതാണ് ടീസാണ്, മാറിപ്പോയതാണ്. പിന്നെ നമ്മളെ ട്രെൻഡിങ് ടീസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം ഈ മോട്ടിവേഷണൽ തീംസ് അല്ല, കളക്ഷനിൽ വന്നിട്ട് മോട്ടിവേഷണൽ ടീസാണ്. ഓക്കെ, നമ്മൾ ഹോം പേജ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ ഏകദേശം ഫീച്ചർ കളക്ഷൻസ്, ട്രെൻഡിങ് ടീസ്, മോട്ടിവേഷണൽ ടീസ് ഇതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡർ, ഹോം പേജ്, ഒരു ബാനറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ബാനർ ആഡ് ചെയ്യാനുള്ളത് ബാനർ വിത്ത് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫീച്ചേർഡ് ബാനർ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ബാനറൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ബാനർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബാനർ ഈ ഒരു ഇത് ആഡ് ചെയ്യാം. ബാനർ ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ബാനർ വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓക്കെ, ഇമേജ് വിത്ത് ടെക്സ്റ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മളെ ഫ്രണ്ട് പേജായിട്ട് ഹോം പേജിൻ്റെ നമുക്ക് ബാനറായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബാനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആക്ച്വലി ഇതേപോലത്തെ ബാനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാനേഴ്സായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ബാനേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ സെഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാനർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫീച്ചർ പ്രോഡക്റ്റ് ബാനർ ഇമേജൊക്കെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്ലൈഡ് ഷോ ഇതൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതേപോലത്തെ ബാനേഴ്സൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടത്തേക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ഇമേജ് വിത്ത് ടെക്സ്റ്റാണ് വെച്ചിട്ടുള്ളത്. ഇമേജ് വിത്ത് ടെക്സ്റ്റിൽ ഇപ്പോൾ നമുക്കൊരു ഇമേജ് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു അതിൻ്റെ ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ, അത് ബട്ടൺ ലൈൻ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഏതെങ്കിലും ഇപ്പോൾ ഒരു കളക്ഷൻ നമുക്ക് കോൾ ചെയ്യുന്ന രീതിയിൽ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ChatGPT വന്നതിന് ശേഷം ഞാനിത് ഈ രീതിയിൽ കൊടുക്കുകയാണ്. കളക്ഷൻ നീഡ് ഹെഡിങ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ബട്ടൺ
CTA. അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഇതേപോലെ കൊടുക്കണം. നമ്മൾ ആക്ച്വലി ChatGPT അതേപോലെ കോപ്പി അല്ല, നമുക്ക് ഒരു നമ്മളേതായിട്ടുള്ള രീതിയിൽ അത് മാറ്റണം. ഓക്കെ, ശബ്ദ കളക്ഷൻ ഇത് നമുക്ക് ട്രെൻഡിങ് ടീസിലോട്ട് വിടാം. അതിനകത്തൊരു ഇമേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഓക്കെ, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് നമ്മളിങ്ങനെ അല്ലേ, ഇത് സമയം ഒരുപാട് എടുക്കും ഇത് നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോം പേജ് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റായി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു കളക്ഷൻ പേജാണ്. കളക്ഷൻ പേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ നിങ്ങളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓരോരോ സെഷൻസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കളക്ഷൻ പേജ് വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഡീഫോൾട്ട് ഒരു കളക്ഷൻ പേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡീഫോൾട്ട് കളക്ഷൻ പേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കളക്ഷൻ പേജിലോട്ട് പോകുമ്പോൾ ഇതാണ് ഡീഫോൾട്ട് കളക്ഷൻ പേജ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡീഫോൾട്ട് കളക്ഷൻ പേജിൽ ഇവിടെ ഡീഫോൾട്ട് കളക്ഷൻ പേജിൽ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കളക്ഷൻ പേജിനെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഹെഡർ ഇതേ സെഷൻ തന്നെ വെച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് കളക്ഷൻ ബാനർ നമുക്ക് വയ്ക്കാം. കളക്ഷൻ ബാനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ ഇതാണ് കളക്ഷൻ ബാനറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ഫിറ്റ്നസ് ടീസ് എന്നാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മളുടെ കളക്ഷൻ്റെ പേര് ആ രീതിയിലുള്ള ഒരു കളക്ഷൻ ബാനർ വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് ഓൺ ആക്കാം, വേണമെങ്കിൽ ഇമേജും കൂടെ അതിനകത്ത് വയ്ക്കാം. എന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കളക്ഷനകത്ത് ഈ ഇമേജ് ഇവിടെ ഇപ്പോൾ ഒരു കളക്ഷനകത്ത് വന്നതിന് ശേഷം ഇപ്പം ഈ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കളക്ഷനകത്ത് വന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ട്രെൻഡിങ് ടീസിനകത്ത് വന്നതിന് ശേഷം ഇവിടെ നിങ്ങളൊരു ഇമേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് ഇവിടെ വരും എന്നുള്ള രീതിയിൽ അതാണ് ഈ ഒരു ഇമേജ് ഓൺ ചെയ്യാനുള്ളത്. അപ്പോൾ അത് തൽക്കാലം വേണ്ട, ഞാൻ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ കളക്ഷൻ പേജിൽ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് ഗ്രിഡിൻ്റെ കാര്യങ്ങളാണ്. കാരണം ഒരു യൂസർ എസ്പെഷ്യലി ഇപ്പോൾ ക്ലോത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു കളക്ഷൻ പേജിലായിരിക്കും. എക്സാക്ട്ലി ഒരു കളക്ഷൻ പേജിലായിരിക്കും നമ്മൾ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സിനെ കാണിച്ചതിന് ശേഷമാണ് അവരുടെ അടുത്ത് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് അവരുടെ അടുത്ത് അത് ചെക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അവരെ ആ ഒരു ജേണി നമ്മളവിടെ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കളക്ഷൻ പേജിൽ ഇപ്പം നമ്മളുടെ പ്രോഡക്റ്റ് ഗ്രിഡ് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് ഗ്രിഡിൽ എത്ര പ്രോഡക്ട്സ് മാക്സിമം ചെയ്യണം എന്നുള്ളത്. ഇപ്പം 36 പ്രോഡക്ട്സ് വരെ ഒറ്റ പേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 4 കോളംസ് ആയിട്ട് ആഡ് ചെയ്യാം. മൊബൈലിലാണെങ്കിൽ 2 കോളംസ്. ഇപ്പം മൊബൈൽ വ്യൂ നമുക്ക് നോക്കാം. മൊബൈലിലാണെങ്കിൽ ഇങ്ങനെ ഒരു 2 കോളംസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ സ്കീം നമ്മൾ ഏതെങ്കിലും നമുക്ക് കളർ സ്കീംസ് വേണമെങ്കിൽ കളർ സ്കീംസും സെലക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് എടുത്ത കളർ സ്കീംസ് എല്ലാം ഒരു ഡീഫോൾട്ടായിട്ട് ഫുൾ സ്റ്റോറിൽ ഒരു കളർ സ്കീംസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ പിന്നെ ഇമേജ് റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അഡാപ്റ്റ് ടു ഇമേജ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിങ്ങനെ മാറും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇമേജാണ്. പിന്നെ ഇമേജ് ഷേപ്പ് നമുക്ക് ഡീഫോൾട്ട് ഇടാനുള്ളത്, അല്ലാതെ വേറെ കൈൻഡ് ഓഫ് ഇമേജസിൻ്റെ ഇതുണ്ട്, നമ്മൾ ഡീഫോൾട്ട് ഇട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇമേജ് ഓൺ ഹോവർ. ഇപ്പോൾ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ഇമേജ് കാണിക്കുന്ന രീതിയിൽ അത് വയ്ക്കാൻ പറ്റും. അത് നമ്മൾ മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ കാണാം. വെൻഡറിനെ വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഏതാണ് വെൻഡർ എന്നുള്ളത്. പ്രോഡക്റ്റ് റേറ്റിംഗ് ഇത് ഓൺ ചെയ്തിടാം. പ്രോഡക്റ്റ് റേറ്റിംഗ് നമ്മൾ ഓൺ ചെയ്തിട്ടതിന് ശേഷം ആക്ച്വലി നമ്മൾ വേറെ റേറ്റിംഗ് ആപ്സ് വയ്ക്കുമ്പോൾ അതിനകത്തുള്ള റേറ്റിംഗ്സ് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ കളക്ഷനകത്ത് തന്നെ ഈ പ്രോഡക്റ്റ് റേറ്റിംഗ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ വരുന്നത്. അതിനാണ് നമ്മളെപ്പോഴും ഓൺ ചെയ്തിടാം. ഇപ്പോൾ ക്വിക്ക് ആഡ് വേണമെങ്കിൽ ക്വിക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ തന്നെ ഒരു അതിനെ പ്രിവ്യൂ കാണാനോ അല്ലെങ്കിൽ അതിനെ ചെക്കൗട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ബാക്കിയൊക്കെ ഇതിൻ്റെ ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഇപ്പോൾ ഉള്ളതിന് നമുക്ക് കളക്ഷൻ പേജിൽ ഇനി ആഡ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ മാത്രമാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇതേപോലെ വെച്ചാൽ മതിയാവും. റിവ്യൂവും കൂടെ വയ്ക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആവും, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. കളക്ഷൻ പേജ് നിങ്ങൾക്ക് ഇത്രയും ഇതാക്കാനുള്ളൂ. ഇനി നമുക്കുള്ളത്
ഈ ഇങ്ങനെയുള്ള കളക്ഷൻ പേജസ് ഒക്കെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫിറ്റ്നസ് ടീസിന് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്, ഇപ്പോൾ നമുക്ക് ഇനി വേറൊരു നമുക്കിപ്പോൾ മോട്ടിവേഷണൽ തീംസിന് നമുക്ക് വേറൊരു ടെംപ്ലേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ മോട്ടിവേഷണൽ ടീസിന് വേണ്ടി ഞാൻ ഒരു വേറൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ഡീഫോൾട്ട് കളക്ഷനിൽ നിന്ന് ഞാൻ വേറൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മോട്ടിവേഷണൽ തീംസിൻ്റെ ഇതിൽ വർക്കൗട്ട് ചെയ്യണം. അതിനകത്ത് ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ ഈ നമുക്ക് അനൗൺസ്മെൻറ്റ് ബാർ വേണ്ട, എനിക്ക് അനൗൺസ്മെൻറ്റ് ബാർ മെയിനിലുള്ള അനൗൺസ്മെൻറ്റ് ബാർ വേണ്ട. അതോടൊപ്പം തന്നെ എനിക്ക് ഈ പ്രോഡക്റ്റ് ഗ്രിഡ് ഈ കളക്ഷൻ അത് വേണ്ട. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേറൊരു സെഷൻസ് എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ഞാൻ ഈ ടെക്സ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ കളക്ഷന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മോട്ടിവേഷണൽ ടീസ് ഒരു ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തു. ഇവിടെ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് എനിക്ക് ഈ ടെക്സ്റ്റിനെ ഞാൻ മുകളിലിപ്പം വയ്ക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ ഓക്കെ, എനിക്ക് ഈ കളക്ഷൻസ് ഈ മോട്ടിവേഷണൽ ടീസിൽ മാത്രമുള്ള കളക്ഷൻസ് ഇനി ഇങ്ങനെ കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിങ്ങനെ സേവ് ചെയ്തു. എന്നിട്ട് അതിന് നമ്മൾ ചെയ്യുന്നതിന് ശേഷം ഇതേപോലത്തെ ഒരു ടെംപ്ലേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാക്റ്റായിട്ട് ആ ഒരു കളക്ഷനിലോട്ട് പോയതിന് ശേഷം ഇപ്പോൾ മോട്ടിവേഷണൽ ടീസിനകത്ത് പോയതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ ടെംപ്ലേറ്റ് തീം ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നതിന് ശേഷം അതൊരു ഡിഫോൾട്ട് കളക്ഷൻ കളക്ഷനിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ മോട്ടിവേഷണൽ ടീസിലോട്ട് ഇടുക. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തീം എക്സാക്ട്ലി ഈ ഒരു ടെംപ്ലേറ്റിലായിരിക്കും വർക്കാവുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി അത് മെയിൻ ഇതിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ട്രെൻഡിങ് ടീസിനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഓക്കെ ഇങ്ങനെ ഒരു രീതിയിൽ വരും. നിങ്ങളിപ്പോൾ ഒരു മോട്ടിവേഷണൽ ഇതിലോട്ട് പോവുകയാണെങ്കിൽ മോട്ടിവേഷണൽ തീംസിലോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടോ മോട്ടിവേഷണൽ ടീസ് എന്ന് പറഞ്ഞ് അതൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു ടെംപ്ലേറ്റ് അവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ചെയ്ത ടെംപ്ലേറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഓരോരോ കളക്ഷൻസും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് തീംസിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഡിഫറെൻറ്റ് ഒരു തീമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓരോ കളക്ഷൻസും ഓരോ രീതിയിലായിട്ട് കാണിക്കാനുള്ള ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോഡക്റ്റ് പേജ്. അപ്പോൾ ഇവിടെയും ഡീഫോൾട്ടായിട്ടൊരു പ്രോഡക്റ്റ് പേജ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട്. ഈ പ്രോഡക്റ്റ് പേജ് ആക്ച്വലി പ്രോഡക്റ്റ് പേജാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് അറ്റ് ദ എൻഡ് ഇപ്പോൾ നമ്മൾ കളക്ഷൻ പേജ് കൊടുത്താലും അവർ കളക്ഷൻ പേജ് ക്ലിക്ക് ചെയ്ത് പിന്നെ എത്തുന്നത് ഒരു പ്രോഡക്റ്റ് പേജിലായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് പേജിലാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിവിടെ നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് പേജ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പേജ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് പേജിനെ നമ്മൾ ഇതൊരു എന്താ പറയുക ഒരു സാധാരണ ഒരു പ്രോഡക്റ്റ് പേജാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് പേജിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എക്സാക്ട്ലി ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ ബേസ്ഡ് ആയിട്ട് വേണം ഒരു പ്രോഡക്റ്റ് പേജ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ CRO കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി വലിയൊരു ലോങ് വീഡിയോ അല്ലെങ്കിൽ വലിയൊരു കോഴ്സ് തന്നെ വേണം. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ബേസ്ഡ് ആയിട്ട് നമുക്ക് അപ്പീൽ ചെയ്ത് ഓരോരോ പ്രോഡക്ട്സ് അവരുടെ ഫ്രണ്ടിൽ കാണിക്കാനുള്ള വലിയൊരു കാര്യം തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നത് നമുക്കിപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് പേജ് എങ്ങനെ കസ്റ്റമേഴ്സിന് അപ്പീലാവുന്ന രീതിയിൽ നമ്മളൊന്ന് അതിനൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. അത് മാത്രമേ നമ്മളെ പറയുന്നുള്ളൂ. കാരണം കസ്റ്റമേഴ്സ് മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ അവരൊരു ആഡ് കണ്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് പേജിലോട്ട് വരുമ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടത് ഇപ്പോൾ അവർ ആഡിൽ കണ്ട അതേ പ്രോഡക്ട്സിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫിക് ഇമേജസോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് തോന്നുന്ന ഇമേജസ് അവർക്ക് അവിടെ ഉണ്ടാവണം. ഓക്കെ, എന്നാലേ അവർ ആ ഒരു ആംഗിളിൽ നിന്ന് അവർക്ക് ആ ഒരു ഇംപ്രഷൻ ഉണ്ടാകത്തുള്ളൂ. കാരണം അവർ ആഡിൽ കണ്ടു വന്ന അതേ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവണം. എന്നിട്ട് അടുത്ത് വേണ്ടത് അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ പേര്, നെയിം, പിന്നെ അതിൻ്റെ പ്രൈസ്, പിന്നെ അതിൻ്റെ വേരിയൻസ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നോക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പോളിസീസാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ
വെബ്സൈറ്റ് മേ ബി അവർ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് അവർക്ക് വന്ന് വാങ്ങാനുള്ളൊരു ട്രസ്റ്റ് നമ്മളവിടെ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഈ പോളിസീസ് പേജസും കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണെന്നുള്ള പോളിസീസൊക്കെ വളരെ ബെറ്ററായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് അതവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പേജ് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വന്നതിന് ശേഷം കസ്റ്റമൈസേഷൻ പോവുക. കസ്റ്റമൈസേഷൻ പോയതിന് ശേഷം ഓക്കെ, ഇപ്പോൾ ടൈറ്റിൽ നമ്മളിപ്പോൾ പ്രോഡക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ ഇവിടെയാണ് വരുന്നത്. പ്രോഡക്റ്റ് ടൈറ്റിൽ, പ്രൈസ്, വേരിയൻറ്റ്, പിക്കർ, ക്വാണ്ടിറ്റി, സെലക്ടറൊക്കെ. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ നമുക്ക് ഓക്കെ, ടൈറ്റിൽ ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഈ പ്രൈസിങ്ങിൻ്റെ ഓപ്ഷൻസ്, പിന്നെ ക്വാണ്ടിറ്റി വരുന്നത്, പിന്നെ ഷെയർ റിലേറ്റഡ് ബട്ടൺ. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻസിനെ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കൊളാപ്സ് റോ എടുക്കാം. കൊളാപ്സ് റോയിൽ ഫസ്റ്റത്തേൽ നമ്മളുടെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഈ എക്സാക്ട്ലി ഒരു ഈ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. അപ്പോൾ മേ ബി ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമ്മളെടുത്ത് കൊളാപ്സ് റോയിലെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കാം. ഓക്കെ, അടുത്തൊരു കൊളാപ്സ് റോ എടുത്തതിന് ശേഷം ഷിപ്പിംഗ് ഡീറ്റെയിൽസ്, അത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കാം. ഷിപ്പിംഗ് ആൻഡ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ഉണ്ട്, ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി. Delivery in 4 to 7 working days. Prepaid shipping, COD, എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം. അടുത്ത് വരുന്നത് നമുക്ക് വീണ്ടും ഒരു കൊളാപ്സ് റോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റിട്ടേൺ പോളിസീസ് വയ്ക്കാം. അല്ലെങ്കിൽ എൻ്റെ കൊളാപ്സ് റോ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ അത് റിട്ടേൺ പോളിസി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ടെക്സ്റ്റായിട്ട് തന്നെ വയ്ക്കാം. 7 days ഓക്കെ. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആനിമേറ്റ് ചെയ്യാം, നമുക്ക് ഇമോജീസ് ആഡ് ചെയ്യാം, അതെങ്ങനെ വേണോ നമുക്ക് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടോ, ഇപ്പോൾ ഒരു യൂസർ വരുമ്പം തന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇപ്പം അവർക്ക് എന്താണോ പ്രോഡക്റ്റ് പേജ്, ഇപ്പം ജസ്റ്റ് വലിച്ചു വാരി നമ്മളൊന്നും എഴുതിയിട്ടില്ല, എക്സാക്റ്റ് ആയിട്ട് അവർക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മേ ബി ഇതിപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് 2-3 പ്രോഡക്റ്റ് ഇമേജസ് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഇങ്ങനെ വരും.
പിന്നെ ഷിപ്പിംഗ് ഡെലിവറി ഈ രീതിയിൽ വരാം. വേണമെങ്കിൽ ഷിപ്പിംഗ് ഡെലിവറിക്കും വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ആണെങ്കിൽ ഇതുപോലത്തെ ടെക്സ്റ്റ് വേണമെങ്കിൽ താഴെ ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു നമുക്ക് ഈ ഇതുണ്ടല്ലോ, പോപ്പപ്പ് വേണ്ട, പ്രോഡക്റ്റ് റേറ്റിങ്ങിന് നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മളത് റേറ്റിങ്ങിൻ്റെ ആപ്പ് വെച്ചാലേ ആ പ്രോഡക്റ്റ് റേറ്റിങ്ങിൻ്റെ അത് വരത്തുള്ളൂ. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റേറ്റിംഗ് വെക്കണം. പ്രോഡക്റ്റ് റേറ്റിംഗ് നമുക്ക് ഏകദേശം ഈ ഒരു പ്രൈസിന് മുകളിൽ വെക്കുന്നതാണ് നല്ലത്. പ്രോഡക്റ്റ് റേറ്റിങ്ങിൻ്റെ ഈ അടുത്ത സെഷനിൽ നമുക്ക് ആപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരും പ്രോഡക്റ്റ് റേറ്റിങ്ങിൻ്റെ ഒക്കെ ഇത് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ബൈ നോ ബട്ടൺ വേണമെങ്കിൽ ഡൈനാമിക് ചെക്കൗട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വരേണ്ട ഒരു ഏരിയ, ഇപ്പോൾ ഡൈനാമിക് ചെക്കൗട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അത് നമ്മൾ സെറ്റിങ്സിനകത്ത് വന്നതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് കാർഡ്സ് അല്ല, പ്രോഡക്റ്റ് പേജാണ് അല്ല. ഓക്കെ, നമ്മൾ പ്രോഡക്ട്സിനകത്ത് വന്നതിന് ശേഷം ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ബൈ നോ ബട്ടണിനകത്ത് ഈ ഡൈനാമിക് ചെക്കൗട്ട് ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ടു കാർട്ട് മാത്രമേ അവിടെ വരത്തുള്ളൂ, ബൈ നോ അവിടെ വരത്തില്ല. ഇപ്പോൾ ഈവൻ നമ്മളൊരു ക്ലോത്തിങ് സ്റ്റോറൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ കൂടുതലും അവിടെ ബൈ നോ കൊടുക്കാറില്ല. കാരണം യൂസേഴ്സിന് അവിടെ ബൈ നോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒറ്റ പ്രോഡക്റ്റിൽ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതിന് വരെ നമ്മൾ ബൈ നോ ബട്ടൻ്റെ ഡൈനാമിക് ചെക്കൗട്ട് ഐറ്റംസ് ബട്ടൺ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇവിടെ ബൈ ബട്ടണിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റും. നമുക്ക് ആഡ് ടു കാർട്ട് മാത്രം വയ്ക്കും. മാത്രമല്ല ഇനി ബണ്ടിൽസോ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ ഒരു ബൈ നോ ബട്ടൺ നമ്മളവിടെ വയ്ക്കാറില്ല. നിങ്ങളൊരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സിംഗിൾ പ്രോഡക്റ്റിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ലാൻഡ് ചെയ്തിട്ട് അവിടെ വാങ്ങുകയാണ്, അവിടെ വേണമെങ്കിൽ ബൈ നോ ബട്ടൺ വയ്ക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ക്ലോത്തിങ് സ്റ്റോറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കളക്ഷൻ പേജിലോട്ടായിരിക്കും നിങ്ങൾ ആദ്യത്തെ ട്രാഫിക് എത്തിക്കുന്നത്. അവിടെ നിന്നായിരിക്കും യൂസേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബൈ നോ ബട്ടൺ മാറ്റാം. ഓക്കെ, ഈ ഷെയർസൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഇതൊന്നും ആവശ്യമില്ല, ഷെയർ ബട്ടണൊക്കെ. ഓക്കെ, വളരെ നീറ്റായിട്ട് നമ്മളെ പ്രോഡക്റ്റ് പേജ് സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ ഇനി അടുത്ത പ്രോഡക്റ്റിൻ്റെ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഒറ്റ പ്രോഡക്റ്റാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ മേ ബി ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേറെയും പ്രോഡക്ട്സുകളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് വീണ്ടും ഒരു ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പർട്ടിക്കുലർ ആയിട്ടുള്ള അടുത്ത ഒരു കളക്ഷൻ ഓഫ് പ്രോഡക്ട്സിന് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ കൊളാപ്സ് റോസ് വെച്ചിട്ട് നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് പേജ് സെറ്റ് ചെയ്യാം. റിലേറ്റഡ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ റിലേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ട്, അതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീച്ചർ പ്രോഡക്റ്റുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഫീച്ചർ കളക്ഷൻസുകൾ കൊടുക്കാം. ഫീച്ചർ കളക്ഷൻ എന്ന് പറഞ്ഞൊരു വേറൊരു കാറ്റഗറിയും കൂടെ താഴെ കൊടുക്കാം. അപ്പോൾ അതിലും നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്ട്സൊക്കെ സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡിങ് പ്രോഡക്ട്സൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കൂടുതലും നമ്മൾ ഈ ക്ലോത്തിങ് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു മീൻസ് കളക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വയ്ക്കുമ്പോൾ, ക്ലോത്തിങ്, ജ്വല്ലറി അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് വയ്ക്കുമ്പോൾ അവരെ നമ്മുടെ പ്രോഡക്റ്റ് പേജിന് താഴെയും വീണ്ടും വീണ്ടും പ്രോഡക്ട്സുകൾ കാണിക്കുന്നത് നല്ലതാണ്. കാരണം അവർ കൂടുതലും പ്രോഡക്ട്സുകൾ ആഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ അതേപോലത്തെ പ്രോഡക്ട്സ്, നമ്മളുടെ മെയിൻ അവർ സെലക്ട് ചെയ്ത പോലത്തെ പ്രോഡക്ട്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളും ഫീച്ചർ കളക്ഷൻസൊക്കെ താഴെ കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് പേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ പ്രോഡക്റ്റ് പേജ് ആക്ച്വലി ഇനി റിവ്യൂസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റൺ ചെയ്യാം. ഇത് ഇത്രയും മതി. മീൻസ് ഒരു അത്യാവശ്യം നമ്മളൊരു 499 ഒക്കെ കോസ്റ്റുള്ള ഒരു പ്രോഡക്ട്സ് അല്ലെങ്കിൽ 1000 റുപ്പീസിനുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ് പേജ് ആക്ച്വലി ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് സെയിൽ കിട്ടും. ഇത് അത്യാവശ്യം കൺവെർട്ടിങ് ആവുന്ന രീതിയിൽ ഇത് വളരെ സ്പീഡായിട്ട് ഇത് ലോഡായാൽ തന്നെ ഇത് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഈ ഒരു മെനു പേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താഴത്തെ ഒരു മെനു പേജ്. അപ്പോൾ മെനു പേജ് നമ്മൾ വരേണ്ടത് ഫൂട്ടറിലാണ്. ഇപ്പോൾ ഫൂട്ടറിൽ ഇപ്പോൾ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഒരു മെനു പേജ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സെഷൻസ് ആഡ് ചെയ്യാം. സോറി, ഇവിടെ അല്ല. നമുക്കിവിടെ വന്നതിന് ശേഷം ഒരു ബ്ലോക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു മെനൂസ് കൊടുക്കുകയാണ്.
മെനൂസിനൊപ്പം ബ്രാൻഡ് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ വീണ്ടും ഒരു മെനൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 2-3 മെനൂസ് വെച്ചിട്ട് എനിക്ക് ഇത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ മെനൂസിനെ ഇവിടെ ഇങ്ങോട്ട് ആക്കി. അപ്പോൾ ഈ മെനൂസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ എബോട്ടസ് ഞാൻ പുതിയൊരു എബോട്ടസ് മെനൂസ് കൂടെ ആഡ് ചെയ്യാം. എബോട്ടസ് ഒരു എബോട്ടസ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നീട് ക്രിയേറ്റ് ചെയ്യാം. ലൊക്കേഷൻ അപ്പോൾ ടീം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാം. ജോബ്സ് ഓക്കെ. ഇതിൽ പോളിസീസ് പേജ്, പോളിസീസിന് ആക്ച്വലി വീണ്ടും ഒരു മെനു ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും ഒരു മെനു പോളിസി. അപ്പോൾ പോളിസി ബേസ്ഡ് ആയിട്ട് ഒരു മെനു വരുമ്പോൾ ഷിപ്പിംഗ് പോളിസി, റീഫണ്ട് പോളിസി, പ്രൈവസി പോളിസി, terms of service, contact information. Okay. ഈ ബ്രാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഇപ്പം ക്ലോസ് ചെയ്യാം. അതിന് പകരം നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് കോണ്ടാക്ട് പേജസ് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മളെ അഡ്രസ്സ്, പിന്നെ കോണ്ടാക്ട് സപ്പോർട്ട് കോണ്ടാക്ട്. നിങ്ങളുടെ ഈ നമ്പർ കൊടുത്ത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മെനൂസ് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ താഴത്തെ മെനൂസ് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ നീറ്റായിട്ടൊരു എന്താ പറയുക, ഒരു ഇതും നമുക്ക് ഈ കോണ്ടാക്ട് പേജും നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഇവിടെ തന്നെ നമുക്ക് ഈ പവേർഡ് ബൈ ഷോപ്പിഫൈ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആക്ച്വലി അതിന് നിങ്ങൾ പോവേണ്ടത് ഇവിടെ വന്നതിന് ശേഷം തീം പേജിൽ പോവുക.
തീം പേജ്. തീംസിൽ പോയതിന് ശേഷം നിങ്ങളുടെ കോഡ് ഇവിടെ എഡിറ്റ് കോഡിലോട്ട് പോവുക. എഡിറ്റ് കോഡിലോട്ട് അതിനകത്ത് ഫൂട്ടറിൻ്റെ സെക്ഷനുണ്ട്. ഫോട്ടോ.ലിക്വിഡിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്താൽ മതി footer.liquid. ഇതിനകത്ത് പവേർഡ് ബൈ ഷോപ്പിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. പവേർഡ് ബൈ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇത് സേവ് ചെയ്യണം. പോയെന്നാണ് തോന്നണേ. യെസ്, പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റോർ ഏകദേശം ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് വളരെ ബേസിക് ആയിട്ടുള്ള കസ്റ്റമൈസേഷനാണ്. ഇപ്പോൾ നിങ്ങളത് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ വന്നാലും ആക്ച്വലി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോർ റൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെ തന്നെ ഉണ്ട്. കാരണം നിങ്ങളുടെ ഹോം പേജ് ഒന്ന് കുറച്ചുകൂടെ ഞാൻ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ അത് ബെറ്റർ ആയിട്ടൊന്ന് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാനത് സ്പീഡായിട്ട് അറിയില്ല, അത് ടൈം ഒരുപാട് എടുക്കും. നമ്മളത് അത്യാവശ്യം നല്ല ലെവലിൽ നിന്ന് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കസ്റ്റമൈസേഷൻസ് ഒക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു ഹോം പേജ്, ഒരു കളക്ഷൻ പേജ്, പിന്നെ ഒരു പ്രോഡക്റ്റ് പേജ്, ഇതെല്ലാം ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഫൂട്ടർ മെനൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു എക്സാക്ട്ലി അതിൻ്റെ ഒരു റൂട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ കളർ തീംസൊക്കെ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മളിവിടെ വെച്ച പോലെ ഈ യെല്ലോ ഒക്കെ മാറ്റാം. വേണമെങ്കിൽ നിങ്ങളുടെ ഹോം പേജ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു കളക്ഷൻ ഇതൊക്കെ വയ്ക്കാം. ഇവിടെ വന്നതിന് ശേഷം ഒരു നമ്മളെ ഒരു കളക്ഷൻ പേജ് ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബട്ടണൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് നമ്മൾ വേണമെങ്കിൽ നമ്മളുടെ സ്റ്റോർ നമുക്ക് ഓണാക്കാം. നമുക്ക് ഇവൻച്വലി നിങ്ങൾ സ്റ്റോർ ഓണാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓണാക്കി ഇരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് വരികയാണെങ്കിൽ തന്നെ അതിനകത്ത് പല പല എഡിറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ലൊരു ഷോപ്പിഫൈ സ്റ്റോർ നമുക്ക് ബിൽഡ് ചെയ്യാം. ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഈ ആപ്സുകൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത്, പിന്നെ ഈ കസ്റ്റം ലിക്വിഡ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ലോങ് വീഡിയോ ആയിപ്പോയി, കാരണം ഇത് കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെയ്ത് പോകുമ്പോൾ സമയം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.